നമസ്കാരം. മഴക്കെടുതിയുടെ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കണ്ടാൽ ഭയാനകമാണ്. കണ്ടല്ലോ, മലപ്പുറം പാണക്കാട് എന്നുള്ള ദൃശ്യമാണ്. ചാനലുകൾ ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന പാതയോരത്തിന് സമീപമാണ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അവിടെ ഏതോ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി കുന്നിടിക്കാൻ വേണ്ടി നഗരസഭ അനുമതി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് വളരെ ഉയരത്തിൽ മണ്ണിടിച്ച് നിർത്തിയിരുന്നു. 2 ദിവസമായി കോരിച്ചൊരിയുന്ന മഴ. സ്വാഭാവികമായിട്ടും വലിയ മഴ പെയ്തിറങ്ങുമ്പോൾ മണ്ണിൽ വെള്ളം ഹോൾഡ് ചെയ്ത് ആ വെള്ളവും മണ്ണെല്ലാം ഒരുമിച്ച് അതിന്റെ തട നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് ഒലിച്ചു വരുന്നു എന്നതിന്റെ ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണത്. മുറിവുണ്ടോ? മുറി എവിടെയാണ്? കൈൻ്റെ വീട്ടിലോ? സാരല്ല നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു മുറിവുണ്ടോ? മുറി എവിടെയാണ്? കൈൻ്റെ വീട്ടിലോ? സാരല്ല നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു മനുഷ്യനിർമ്മിതമാണെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത്, ഒരു കുന്നിൻ പ്രദേശത്തൊക്കെ അശാസ്ത്രീയമായ മണ്ണിടിക്കാൻ ലീഗ് ഭരണസമിതിയൊക്കെ അനുമതി കൊടുത്തതിന്റെ ഭാഗമാണ് ഈ കണ്ട ദുരന്തം. അതുകൊണ്ടാണ് അതിനെ മനുഷ്യനിർമ്മിതമെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് മലപ്പുറത്തെ നഗരസഭാ ഭരണസമിതി വിശദീകരണം നൽകുന്നില്ല എന്നും ആ ലൈവിനിടയിൽ അവർ പറയുന്നുണ്ട്. ഈ റോഡിനും തൊട്ടപ്പുറത്താണ് ഈ മല. ആ മലയാണ് പരിപൂർണമായും താഴേക്ക് ഇടിഞ്ഞ് വന്നിരിക്കുന്നത്. ഇതൊരു മനുഷ്യ നിർമ്മിതമായ ദുരന്തം തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മല ഇത്രയും ഉയരത്തിൽ മണ്ണെടുത്ത് എവിടെ നിന്ന് മാറ്റിയത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണ് മാറ്റുന്നതിനും അല്ലെങ്കിൽ പാറകൾ മാറ്റുന്നതിനുള്ള അനുമതി കൊടുക്കുന്ന ജിയോളജി വകുപ്പാണ് എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. കേട്ടല്ലോ, ആ ഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിലിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാതെ ഇത് ഒലിച്ചു വരുന്നത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. 24ന്റെ ക്യാമറാമാനും ലൈവ് സ്ട്രീം ചെയ്യുന്ന ബാഗ് ഉണ്ട്, അതുൾപ്പെടെ ഈ ചെളിയിൽ മുങ്ങിപ്പോയി വീണ് പരിക്കേറ്റ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. കേരളത്തിന്റെ മഴക്കെടുതി എത്ര തീവ്രതമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. വടക്കൻ കേരളത്തിലൊക്കെ കോരിച്ചൊരിയുന്ന മഴയത്ത് കേരളത്തിൽ പ്രളയ സമാനമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തും വിരുന്ന് സൽക്കാരം സ്വീകരിച്ച് അമ്മാവനെ കാണാൻ ഹെലികോപ്റ്ററിൽ ആകാശത്തൂടെ പറക്കുന്നു എന്നുള്ളതാണ് ഏറെ അത്ഭുതകരമായിട്ടുള്ള കാര്യം.